ഹലോ ഗായ്സ്, ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇന്നലെ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടാണ് പോയത്, മസ്താനിയെ ശരിയാക്കുന്നുണ്ട്, മസ്താനിക്ക് നാളെ തീർച്ചയായിട്ടും തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. പിന്നീട് നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com സന്ദർശിച്ച് നിങ്ങൾക്ക് അവിടെ പോൾ ചെയ്യാവുന്നതാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഡിവൈസിൽ നിന്ന് ഒരു വോട്ട് മാത്രമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുക. സാധാരണ രീതിയിൽ ഈ പോൾ ചെയ്യുന്നവർ ഒരു ഫോണിൽ നിന്ന് 10-15 ID ഉണ്ടാക്കിയിട്ടാണ് അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിനെ ചെയ്യുക. അപ്പോൾ അതൊന്നുമല്ല, ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ഡിവൈസിൽ നിന്ന് ഒരു ദിവസം ഒരാൾക്ക് മാത്രം വോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വെബ്സൈറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com സന്ദർശിച്ച് അതിൽ പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റിന് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ് 24/7 ലൈവ് അപ്ഡേറ്റ്സ് അമ്മൂസ് തോട്ടിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ ലൈവിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പോൾ ചെയ്യുക. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് വോട്ട് ചെയ്യാൻ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ എവിക്ടർ നോമിനേഷനിൽ കിടക്കുന്നവർക്ക് എവിക്ഷൻ നോമിനേഷനിൽ എല്ലാവർക്കും വോട്ട് ചെയ്യണം. അതിൻ്റെ ഒരു വോട്ടിംഗ് ടൈം ആകുമ്പോഴത്തേക്ക് ഇത് എവരിഡേ എല്ലാ ദിവസവും 10 മണി വരെ നമ്മുടെ വെബ്സൈറ്റിൽ മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com സന്ദർശിച്ച് പോൾ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെങ്കിൽ ഫേവറേറ്റ് കണ്ടസ്റ്റിന് അവരറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ് ഇന്നിപ്പം നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് മസ്താനിയെ നല്ലതായിട്ട് പറയുന്നുണ്ട്. മസ്താനി ആവശ്യമില്ലാത്ത കുറേ തെറിവാക്കുകളും ഗഷോറും നെഗറ്റീവ് ഗെയിമാണ് മസ്താനി കളിക്കുന്നത്, അത് ഉറപ്പാണ്. അപ്പം മസ്താനിക്കിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. മസ്താനിക്ക് ഇന്ന് പണിഷ്മെൻറ്റ് കൊടുക്കുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞേക്കുന്നത്. അപ്പം മസ്താനിയുടെ പണിഷ്മെൻറ്റ് എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ് എവിക്ഷൻ നോമിനേഷൻ തന്നെ ആയിരിക്കും. അത് ഓൾറെഡി ജിസേലിനും അനുമോൾക്കുമായി എവിക്ഷൻ നോമിനേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സെയിം ഒരു പണിഷ്മെൻറ്റ് തന്നെ ആയിരിക്കും മേ ബി കൊടുക്കാൻ പോവുക ലാലേട്ടൻ. അപ്പം ആ ഒരു ലാലേട്ടൻ ഇന്നലത്തെയും കാട്ടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ചൂട്. ഇന്നലെ അനുമോളുടെയും ജിസേൽ ആരിൻ്റെയും ഒരു പ്രശ്നത്തിൽ ലാലേട്ടൻ നല്ല കലിപ്പിലായിരുന്നു. അപ്പം അനുമോളെ നെഗറ്റീവ് പറയുന്നവരോടൊന്ന് പറയാം, നെഗറ്റീവ് ഓർ പോസിറ്റീവ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷേ അനുമോൾ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നതുകൊണ്ട് പക്ഷേ ലാലേട്ടൻ ഫാൻസും എല്ലാവരും വിചാരിക്കും ലാലേട്ടൻ ഒരിക്കലും കള്ളം പറയുന്നത്. ലാലേട്ടൻ കള്ളം പറയുമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കുറച്ച് സ്ക്രിപ്റ്റഡും കൂടിയാണ്. ലാലേട്ടന് സ്ക്രിപ്റ്റഡ് നോട്ടാണല്ലോ കൊടുക്കുന്നത്. അതനുസരിച്ച് ബിഗ് ബോസ് തീരുമാനിക്കുന്ന അനുസരിച്ച് ലാലേട്ടൻ അതിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അതിനകത്ത് ലാലേട്ടൻ കള്ളം പറയുന്നില്ല. ലാലേട്ടന് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ലാലേട്ടന് ചെയ്യാൻ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാമറയിൽ ഇത് നമ്മളെ കുറേയൊക്കെ കാണിച്ചതാണ്. പല സമയത്തും ജിസേലും ആര്യനും തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് മനസ്സിലാക്കിയതാണ്. അപ്പോൾ പലർക്കും പറയാൻ പറ്റും, നിങ്ങൾ മറ്റേ കണ്ണുകൊണ്ടാണ് കാണുന്നത്, അവർ ലവ് ചെയ്യുന്നതിന് ആർക്കും ഇവിടെ എതിർപ്പില്ല. പക്ഷേ സ്വന്തം അമ്മയ്ക്കൊക്കെ വിളിക്കുമ്പോൾ നിൻ്റെ അമ്മയുടെ കൂടെയാണോ ഞാൻ കിടന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏതൊരു ഏതൊരു സ്ത്രീക്കും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പുരുഷനും ഉണ്ടാകുന്ന ഇമോഷൻ മാത്രമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് പിന്നെ പുറത്തു നിന്നുള്ള ആൾക്കാർ പറഞ്ഞതനുസരിച്ചും കൂടി അനുമോൾക്ക് തോന്നിയിട്ടുണ്ട് അനുമോൾ കണ്ടത് കറക്റ്റാണ്, അല്ലെങ്കിൽ അനുമോൾ അത് കണ്ടത് പുറത്തും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഇതണക്ക് അമ്മയ്ക്ക് പറഞ്ഞതുകൊണ്ടുമാണ് അനുമോൾ അത് പറഞ്ഞതെന്ന് കൂടി മനസ്സിലാക്കുക. പിന്നെ തെറ്റുകൾ എല്ലാ ഭാഗത്തു നിന്ന് ഉണ്ടാവും, അത് ഓക്കെ, അത് ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനകത്ത് ആ സ്റ്റാൻഡിൽ തന്നെ പറഞ്ഞ കാര്യം ഒരിക്കലും മാറ്റി പറയാതെ അതിൽ തന്നെ ഉറച്ചു നിന്നത് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. കാരണം നമ്മളെപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ 100% തനിക്ക് ഉറപ്പാണെങ്കിൽ അതിൽ നിന്ന് ആ നിലപാടിൽ നിന്ന് മാറേണ്ട ഒരു ആവശ്യമില്ല. കൃത്യമായ നിലപാടാണെങ്കിൽ ആ നിലപാടിൽ തന്നെ തല പോയാലും ഉറച്ചു നിൽക്കുക, അതാണ് ഞാൻ വിചാരിക്കുന്ന പാഠം. അപ്പോൾ എന്തായാലും ഇന്ന് കട്ടപ്പ ശൈത്യ പുറത്തായതോടുകൂടി എന്തായാലും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഹൗസിലുള്ള ഹൗസ്മേറ്റ്സ് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ ഓവർകം ചെയ്യുന്നത്, അവർക്ക് എന്താണ് ഇവർ രണ്ടുപേരും അപ്പാനി ശരത്തും ശൈത്യയും പുറത്തു പോകുമ്പോൾ അതിനകത്തുള്ള എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും എപ്പിസോഡ് കഴിയുമ്പോൾ. എന്തായാലും എപ്പിസോഡിൽ ലാലേട്ടൻ ഒരുപാട് കലിപ്പിലല്ല, നല്ലൊരു ഷർട്ടൊക്കെ ഇട്ട് നല്ല മുണ്ടൊക്കെ എടുത്ത് ഷർട്ട് മമ്മൂക്കയുടെ ചിത്രമൊക്കെ വെച്ചുള്ള ഷർട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു രീതിയിലാണ് ലാലേട്ടൻ്റെ ആ ഒരു പ്രൊമോ വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ രേണുസുതി പുറത്തു വന്നിട്ടുണ്ട്. ബിഗ് ബോസിന് തന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നെക്സ്റ്റ് വീഡിയോയിലിടാം. ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലിടാം. എന്തായാലും ഹൗസിലുള്ള ആൾക്കാർ ഇന്നിപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളില്ല. അക്ബറിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്, അതെനിക്ക് മസ്താനിക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ കുറച്ച് ഉപദേശ രൂപേണ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹളവും പ്രശ്നങ്ങളും വടക്കും പ്രശ്നങ്ങളും തെറിവാക്കുകളും ഒന്നും പറയാതെ പിന്നെ അതെനിക്ക് ഷാന
ഷാനവാസും അക്ബറും ആയിട്ട് കഴിഞ്ഞ ആഴ്ചകളിലും പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് അവർ തന്നെ സോൾവ് ചെയ്തു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഫിസിക്കൽ ഒരു ഇതിലേക്ക് പോകാതെ മുന്നോട്ട് പോകണമെന്ന് ലാലേട്ടൻ പറയാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ മസ്താനിക്ക് ശിക്ഷ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. മസ്താനി കളിക്കുന്ന ഗെയിമിൽ എന്തോ ഒരു അപാകതയുണ്ട്, പക്ഷെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അപാകത മാറ്റിപ്പിടിച്ചാൽ മസ്താനിക്കും കയറിപ്പോകാൻ എനിക്ക് തോന്നുന്നു. പഴയ റിയാസ് സലീമിനെ പോലെ ഒരു നെഗറ്റീവ് ഗെയിം ആയിരിക്കാം മസ്താനി കളിച്ച് വരാൻ ശ്രമിക്കുന്നത്. അതിൽ പിടിച്ചുകൊണ്ടായിരിക്കാം മസ്താനി കളിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ. എന്തായാലും രേണു സുധിയൊക്കെ പുറത്ത് പോരുന്നപ്പോഴത്തേക്ക് ആ ഒരു ഭാഗം കുറച്ചും കൂടി ക്ലിയർ ആയി. കാരണം എപ്പോഴും കിടക്കുകയും വയ്യ എന്ന് പറയുന്നത് അതൊന്നും നമ്മൾ കാണണ്ട. ഈ പേനെ പിടിച്ച് കൊല്ലുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മാനസികമായി ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്തായാലും രേണു സുധിയുടെ നെക്സ്റ്റ് ഒരു വീഡിയോ കൂടി ഇട്ടിട്ട് രേണു സുധിയുടെ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ആ ആകാംക്ഷ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഷൈത്യ ഔട്ടായി കഴിഞ്ഞു. എപ്പിസോഡൊക്കെ ഇന്നലെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഷൈത്യ ഇന്നലെ തന്നെ ഔട്ടായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ ലൈവ് എപ്പിസോഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ